ഡൽഹിയിൽ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകൾ കണ്ടെടുത്ത വാർത്ത ഇപ്പോൾ സുപ്രീം കോടതിക്ക് നേരെയുള്ള ഒരു ആയുധമായി തിരിഞ്ഞു വന്നിരിക്കുകയാണ്. പ്രധാനമായും നിയമനിർമ്മാണങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുന്നു, രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ഈ കത്തിക്കരിഞ്ഞ നോട്ടുകൾ എന്തുകൊണ്ട് പോലീസ് കണ്ടുകെട്ടിയില്ല? ഇത് കണ്ടുകെട്ടണമെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേക അനുമതി വേണമെന്ന് പോലീസുകാരനും ഉദ്യോഗസ്ഥരും പറഞ്ഞതോടുകൂടി സുപ്രീം കോടതിക്ക് നേരെ ചൂണ്ടുപലക നീണ്ടു. സുപ്രീം കോടതി അതിൽ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ജഗ്ദീപ് ധൻകർ അടക്കം നമ്മുടെ ഉപരാഷ്ട്രപതി അടക്കമുള്ളവർ സുപ്രീം കോടതി നിയോഗിച്ച ഈ കമ്മിറ്റി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ സുപ്രീം കോടതി വലിയ പ്രതിരോധത്തിലാവുകയാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ജഡ്ജി യശ്വന്തിന്റെ 52 കേസുകൾ വീണ്ടും പരിഗണിക്കുമെന്നാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 അംഗ സമിതിയാണ് ഈ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ജഡ്ജിമാരുടെ സമിതിയുടെ അന്വേഷണത്തിലാണിത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ജഡ്ജി വർമ്മയുടെ ബെഞ്ച് കേട്ടുകൊണ്ടിരുന്ന 50ലധികം കേസുകൾ വീണ്ടും പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഡൽഹിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ ജഡ്ജി വർമ്മയ്ക്ക് എതിരായിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യവും നമ്മൾ ഇതിനിടയിൽ ചേർത്ത് വായിക്കണം. ഹോളി ആഘോഷത്തിനിടെ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാൻ പോയ അഗ്നിശമന സേനാംഗങ്ങൾ ഒരു മുറിയിൽ നിന്ന് കത്തി നശിച്ച നിലയിൽ വലിയൊരു തുക കണ്ടെത്തി. ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഡൽഹി പോലീസിന് കൈമാറി. ഡൽഹി പോലീസ് വീഡിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറി. ഒടുവിൽ സുപ്രീം കോടതി ഇത് പരസ്യമാക്കി. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ മുഴുവൻ വിഷയവും അന്വേഷിക്കാൻ സുപ്രീം കോടതി 3 അംഗ ജഡ്ജിമാരുടെ സമിതി രൂപീകരിച്ചു. ഇതാണ് ഈ ജഡ്ജിയെ സംബന്ധിച്ച വാർത്തയുടെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഏപ്രിൽ 21 ഡൽഹി ഹൈക്കോടതി ഒരു ദൈനംദിന ജോലി പട്ടിക പുറപ്പെടുവിച്ചു. അതിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ എന്നിവരുടെ ബെഞ്ച് വാദം കേൾക്കുന്നതായി ഉൾപ്പെടുത്തിയിരുന്ന എല്ലാ കേസുകളും അടുത്ത തീയതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉത്തരവ് പുറപ്പെടുവിക്കാത്ത കാര്യങ്ങൾ വീണ്ടും കേൾക്കും. ഈ കുറിപ്പിൽ സിവിൽ റിട്ട് ഹർജികൾ ഉൾപ്പെടെ 52 കേസുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുകൾ 2013 മുതൽ 2015 വരെയുള്ളതാണ്. സ്വത്ത് നികുതിയുമായി ബന്ധപ്പെട്ട LDMC നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന 22 കേസുകളും ഇവരുടെ പരിഗണനയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.